വിജയ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, പശ്ചിമ ബംഗാളിൽ ഇന്നലെ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 92% അവിടുത്തെ പോളിംഗ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം പശ്ചിമ ബംഗാളിലെ സ്റ്റാർ ക്യാമ്പയിനർ ആരാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നരേന്ദ്രമോദി. ബട്ട് നരേന്ദ്രമോദിക്കും ഒരുപടി മേളിൽ ചിലപ്പോൾ അവിടെ വന്നിറങ്ങിയ യോഗി ആദിത്യനാഥ് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നിപ്പോകും. കാരണം ഇപ്പോ ലോകത്തുള്ള സകലമാന ഈ അർബൻ നക്സലുകളും പിന്നെ ഈ കമ്മികളും കൊങ്ങികളും എല്ലാം ലക്ഷ്യം വെക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. യോഗി ആദിത്യനാഥിനെ നിരന്തരം അവർ യോഗി ആദിത്യനാഥിനെ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചക്കള്ളം കേരളത്തിൽ 2-3 ദിവസമായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാതൃഭൂമി ചാനലിലാണ് ഞാൻ ആ വാർത്ത കണ്ടത്. യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസംഗം കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ട് വലിയൊരു വാർത്തയാക്കിയിരിക്കുകയാണ്. അല്ലെ, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രബുദ്ധ കേരളം എന്ന് പറയും. നമ്മൾ ലിറ്ററസി റേറ്റിൽ ഇത്രയധികം മുന്നിലാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇവർക്ക് ഹിന്ദി എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. നരേന്ദ്രമോദിയുടെ ശൂലം ഭ്രൂണം ഗർഭിണി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും ഇവിടെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നല്ലൊരു പടം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. എന്ത് പറഞ്ഞാലും അവസാനം ശൂലം ഭ്രൂണം ഗർഭിണിയും ഡിഫെൻഡ് ചെയ്യുമ്പോൾ പിന്നെ അവർ പറയാനുള്ളത് വേറൊന്നുമില്ല. ചാണകം, ഗോമൂത്രമാണ് കഴിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് അവര് അങ്ങ് ആത്മനിർവൃതി അടയും. ഒരു പാരലൽ യൂണിവേഴ്സ് ആണ്. അതുപോലെ യോഗി ആദിത്യനാഥിന്റെ കേസിലേക്ക് വരുമ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ നാളെ ഇപ്പൊ യോഗി എങ്ങാനും ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. യോഗിയെ ഒരു വർഗീയവാദിയാക്കാനോ അല്ലെങ്കിൽ ഒരു നരാധമനാക്കാനോ എന്നൊക്കെ ഉള്ളൊരു സാധനം. ഇപ്പൊ മാതൃഭൂമിയിൽ വന്ന ആ വാർത്ത എന്ന് പറയുന്നത് യോഗി പറഞ്ഞു അത്രേ, ഞാൻ അധികാരത്തിലേറിയ ശേഷം ഉത്തർപ്രദേശിൽ ബാങ്ക് വിളികൾ മുസ്ലിം പള്ളികളിൽ നിന്നും ഉയരുന്നില്ല എന്ന്. യോഗി വലിയ വർഗീയ പരാമർശമാണ് നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ യോഗി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ഇതിന് വേറൊരു വശമുണ്ടോ? അല്ല, ഇത് രണ്ട് കാര്യമുണ്ട്. ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു റാലിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്, എല്ലായിടവും കിട്ടും. ഞാനും അത് കണ്ടതാണ്. അദ്ദേഹം അത് പറഞ്ഞതിന്റെ ഡയലോഗ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം ബംഗാൾ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാരാജ് സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾ, അങ്ങനെ തന്നെ പറയണം, അവരുടെ ഒരു അക്രമത്തിന് ഇരയായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഹിന്ദുക്കൾ ഒരുപാട് പലായനം ചെയ്ത് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യും. ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങുന്നത് തന്നെ, നിങ്ങൾ നോക്കൂ, 25 കോടി ആളുകളുള്ള യു പിയിലെ സ്ഥിതി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആരംഭിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ മസ്ജിദുകളിൽ അവരുടെ ഇടങ്ങളിൽ കേൾക്കാൻ മാത്രമുള്ള ബാങ്ക് വിളികളെ നടക്കാറുള്ളൂ എന്നാണ് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് അവരുടെ ഇടയിൽ മാത്രം കേൾക്കുക. അതിനർത്ഥം തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു നിയമമുണ്ട്, നമ്മുടെ കോടതി ഉത്തരവിന്റെ പ്രകാരമുള്ളൊരു നിയമം തന്നെയാണ്. രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളും, അത് പള്ളി ആയാലും മസ്ജിദ് ആയാലും ക്ഷേത്രമായാലും ഒക്കെ അതിൽ ഇത്ര ഡെസിബിൾ സൗണ്ട് മാത്രമാണ്, എനിക്ക് തോന്നുന്നത് 16 ഡെസിബിൾ സൗണ്ട് മാത്രമാണ് കേൾപ്പിക്കാൻ കഴിയുക പുറത്തേക്ക്. അതിൽ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് കോളാമ്പിയുടെ ഒരു റീച്ചിലേക്ക് വരികയും അതിന് കേസ് എടുക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് ഈ DJ മറ്റും വെക്കുന്നവര്, ആ സൗണ്ട് സിസ്റ്റം ഉള്ളവർ പ്രത്യേക ലൈസൻസും പോലീസിന്റെ പ്രത്യേക പെർമിഷനും എടുത്തതിന് ശേഷമാണ് ഈ DJയും കൊണ്ട് നടക്കുന്നത്. അതിനൊരു ടൈം അവർ കൊടുത്തിട്ടുണ്ട് ഈ DJയും കൊണ്ട് നടക്കാൻ. ആ ടൈമിങ് കഴിഞ്ഞാൽ അവന്റെ DJയും സാധനം എല്ലാം കൂടെ പൊക്കെടുത്തുകൊണ്ട് പോകാൻ പോലീസിന് പറ്റും. അപ്പം ഈ യു പിയിൽ ഇത് യോഗി ആദിത്യനാഥ് ആദ്യത്തെ ടൈം കയറിയപ്പോൾ, ഞാനിത് കൃത്യമായി പറഞ്ഞ കാര്യം ഞാനിത് വാർത്ത ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ആദ്യത്തെ സമയം അദ്ദേഹം ചെയ്ത പണി ഇതാണ്, ആദ്യം ഒരു നോട്ടീസ് എല്ലാവർക്കും കൊടുത്തു, എല്ലാ മസ്ജിദിനും അമ്പലത്തിനും കൊടുത്തു. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും മസ്ജിദിൽ നിന്നുമൊക്കെ ഈ ഇവരുടെ ഡെസിബിലിന് മുകളിൽ ഉള്ള സൗണ്ട് ഉള്ള എല്ലായിടത്തും കോളാമ്പി ഊരി എടുത്തു. ക്ഷേത്രത്തിന്റെ എടുത്തു കേട്ടോ, പള്ളിയുടെ മാത്രമൊന്നുമില്ല, മസ്ജിദിന്റെ മാത്രമൊന്നുമില്ല, പള്ളി എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം അദ്ദേഹം? അതാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം. അദ്ദേഹം അത് എടുത്തിട്ട് ഈ സ്കൂളുകളുണ്ടല്ലോ, നമ്മുടെ സ്കൂളുകളിൽ മൈക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. അവിടുത്തെ സ്കൂളുകളിൽ ഈ അസംബ്ലി നടക്കുമ്പോഴും അവർക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ എല്ലാം അത് സ്കൂളുകൾക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. 2500 ആദ്യഘട്ടത്തിൽ 2500 മൈക്കുകൾ പിടിച്ചെടുത്തു. പിന്നീട് 5000 മൈക്ക് പിടിച്ചെടുത്തു. ആ 5000 മൈക്ക് പിടിച്ചെടുത്തപ്പോൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും കൊടുത്തു. അത് കൂടാതെ തന്നെ അദ്ദേഹം ഈ ആരോഗ്യ പ്രവർത്തകർ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അനൗൺസ്മെന്റ് വാഹനങ്ങളും മറ്റതൊക്കെ ഉള്ളതാണ്. ഈ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ ആയിട്ട് ആ മൈക്ക് സെറ്റ് അത് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടുത്തെ ഉള്ള ഈ മസ്ജിദ് കമ്മിറ്റിക്കാർ അടക്കം എല്ലാവരും അത് അംഗീകരിച്ചതുമാണ്. അവരും പറഞ്ഞത് ശരിയാണ്, ഇത് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പിന്നീട് അവിടെ നടന്ന മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ട്, അത് ഇതൊന്നും ഈ മാധ്യമങ്ങൾ കൊടുക്കില്ല. അന്ന് പിന്നീട് നടന്ന ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ചില മസ്ജിദുകൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഇത് ചിന്തിക്കാൻ തുടങ്ങി. അവര് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് അലർട്ടായിട്ട് മൊബൈലിൽ എത്തുന്ന, അതായത് ഓരോ വ്യക്തികളുടെ കയ്യിലും അലർട്ടായിട്ട് മൊബൈലിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായി. അതായത് നമ്മളിപ്പോ എവിടെയാണെങ്കിലും, ഇപ്പൊ ഞാൻ ആ ആപ്പ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ
ആലപ്പുഴയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ സമയത്ത് എനിക്ക് എന്റെ മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് വിളി എനിക്ക് കേൾക്കും. അപ്പൊ ആ രീതിയിലേക്ക് അവർ മാറി. അതിപ്പോ സർക്കാർ പറഞ്ഞിട്ട് അത് സർക്കാർ പറഞ്ഞിട്ട് മാറിയതല്ല. അതിനകത്ത് വെളിവും വെള്ളിയാഴ്ച ഉള്ളവനും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനും സാങ്കേതിക പരിജ്ഞാനം ഉള്ളവനും അവനതൊരു പുതിയ സാങ്കേതിക വിദ്യയുള്ളൂ. പിന്നീട് ഇത് മഹാരാഷ്ട്രയിലും കുറെ പള്ളികൾ മസ്ജിദുകളൊക്കെ ഇത് ആ രീതിയിലാക്കി. അതായത് അവിടെ ബാങ്ക് വിളിക്കും. ഉണ്ടായിരുന്നത് ഈ ഹിന്ദുവിസത്തിന്റെ ഇടയിലാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ഈ വലിയ വലിയ ഈ ആശ്രമങ്ങളും സംഘടനകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രഹ്മകുമാരീസ് എന്നൊക്കെ പറഞ്ഞ സംഘടനകൾ, അവർക്ക് ഈ 5 നേരം, ഈ 5 or 6 നേരം അവർക്ക് ഈ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് ധ്യാനമുണ്ട്. അതായത് ഈ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം, ഇവരുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട് ബ്രഹ്മകുമാരീസിന്റെ. അതിനകത്ത് ഒരു സംഗീതം കേൾക്കും. ആ സംഗീതം കേൾക്കുമ്പോൾ അവർക്കൊരു ദൈവമുണ്ട്, ബാബാജി എന്ന് പറഞ്ഞാൽ. അവരുടെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് അവർ ധ്യാനിക്കും 5 മിനിറ്റ്. അത് വർഷങ്ങളായിട്ട് ആ നോർത്ത് ഇന്ത്യയിൽ പല പല ആശ്രമങ്ങളും പല ആൾക്കാരും അനുവർത്തിച്ചു പോകുന്ന ഒരു കാര്യം കൂടെയായിരുന്നു. ഇതിപ്പം ഈ മസ്ജിദുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ മഹാരാഷ്ട്രയിലേക്കും വന്നത്. അതായത് ഇവിടുന്ന് ഒരാൾ ബാങ്ക് വിളിക്കും പള്ളിയിൽ, അത് തന്നെ ഈ ഇത്രയും മൊബൈൽ ലിസ്റ്റിൽ അത് പോകും. അത് എല്ലായിടും ഒന്നും പ്രാക്ടിക്കൽ ആയിട്ടില്ല. അത് ഒരു ചിലപ്പോൾ എനിക്കറിയത്തില്ല അതിന്റെ സാങ്കേതിക വിദ്യ എന്താണെന്നും. അപ്പൊ അതിനകത്ത് അവർക്കാർക്കും വിഷയമൊന്നുമില്ല. ഇതാണ് യോഗി അവിടെ പറഞ്ഞത്. അടുത്ത ഡയലോഗ് പുള്ളി പറയാൻ എന്താ വെച്ചാൽ, ഇന്ന് UP-യുടെ റോഡുകളിലോ റോഡ് സൈഡിലോ ആരും നിസ്കരിക്കുന്നില്ല, എല്ലാവരും അവരവരുടെ മസ്ജിദിൽ തന്നെയാണ്. 25 കോടി ജനങ്ങൾ ഉള്ളിടത്ത് എനിക്കത് ചെയ്യാൻ, ഞാനത് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ബംഗാളിൽ അത് നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗാളിൽ അത്രയും കോടി ജനമില്ല, നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത് പിന്നെ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതവും UP-യിലാണ്. അവിടെ ക്രമസമാധാന നിലയെ കുറിച്ച് നിങ്ങൾ അതിനെ കുറിച്ച് മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടില്ല. അദ്ദേഹം അടുത്ത ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ, അതായത് ബംഗാളിലാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? UP-യിലേക്ക് നോക്കൂ, 25 കോടി ജനമുണ്ട്. അവിടെ മുമ്പ് അങ്ങനെ ആയിരുന്നു. ഇന്ന് അവിടെ ഒരു പെൺകുട്ടിയെ തൊടാൻ ഭയക്കുന്നുണ്ട് ആളുകൾ. അത് കൊടുത്തിട്ടില്ല. അത് നല്ല കാര്യമാണ് പുള്ളി, അതും കൊടുത്തിട്ടില്ല. അത് വളച്ചൊടിച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് യോഗി ഈ അടുത്ത കാലത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഹിന്ദി ഹൃദയ ഭൂമിയിലെല്ലാം എല്ലാവർക്കും സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ആവശ്യമുള്ളത് യോഗിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ പ്രവർത്തകരും ഇല്ലെങ്കിൽ BJP-ക്കാരും ഒക്കെ ബംഗാളിലാണ് യോഗി വേണമെന്ന് ആവശ്യപ്പെട്ടു. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പ്രചരണം തന്നെ യോഗിയാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലായിരുന്നു. യോഗി വേണം, യോഗിയെ പോലെ ഒരാൾ വേണം എന്ന് അവിടുത്തെ ഈ വോട്ടർമാർ തന്നെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് യോഗിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് നോയിഡയിൽ ഒരു കലാപമുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് യോഗിയുടെ ഇമേജിനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ള ശ്രമമായിരുന്നു. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഈ നോയിഡ എന്ന് പറയുന്നത്. അവിടെ അനവധി ഇന്റർനാഷണൽ കമ്പനികൾ വന്നിട്ട് അവിടെ കമ്പനികൾ സ്ഥാപിക്കും, വലിയ വ്യവസായങ്ങൾ വരികയും ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുകയും മറ്റൊരു ഗുജറാത്തായി അത് മാറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ അദ്ദേഹത്തെ ഉയർത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്നിപ്പോ 2 തീവ്രവാദികൾ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ISIS-മായി ബന്ധമുള്ള 2 തീവ്രവാദികൾ, കുറെ അധികം പേരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറെ നാളുകളായി യോഗിയെ ടാർഗറ്റ് ചെയ്യാണ്. ഇതിന് സമാനമായ ഒരു കാര്യം പണ്ട് മോദിയെയും ഇതേപോലെ ടാർഗറ്റ് ചെയ്തു. 2002 മുതൽ മോദിയെ ടാർഗറ്റ് ചെയ്ത് പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇനി അടുത്തത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിയുകയാണെങ്കിൽ, 3-ാം വട്ടവും യോഗി അധികാരത്തിൽ വരികയാണെങ്കിൽ യോഗി 5 വർഷവും തികച്ച് ഭരിക്കില്ല. പകരം അതിന്റെ ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞ് അദ്ദേഹം നേരെ കേന്ദ്രത്തിലേക്ക് പോവുകയായിരിക്കും ഉണ്ടാവുക. അടുത്ത തെരഞ്ഞെടുപ്പ് മോദി നയിക്കും കേന്ദ്ര സർക്കാരിന്റെ, അടുത്ത തെരഞ്ഞെടുപ്പ് യോഗി നയിക്കും UP. പക്ഷെ അതിനുശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് PM യോഗി തന്നെയാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ടും അത് അറിഞ്ഞുകൊണ്ടും യോഗിക്കെതിരെ നടത്തുന്ന ഒരു ടാർഗറ്റ് ആയിട്ട് കല്ലെറിയുകയാണ്. ഇപ്പം ധനുഷ് നേരത്തെ പറഞ്ഞ ഈ ഗർഭം ശൂലം അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്, ഭ്രൂണം ഗർഭിണി. ഈ മെത്തേഡാണല്ലോ ഈ മോദിക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ഉണ്ട്. ഇതേ മെത്തേഡും ഒരു നരേഷനും ഇപ്പോഴേ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് യോഗിക്കെതിരെ. യോഗിക്കുന്നത് മോദിയെ പോലെ അല്ല, കുറച്ച് കാവ്യ വസ്ത്രമൊക്കെ ഇട്ട് നടക്കുന്ന സന്യാസി കൂടെയാണ്. അപ്പൊ എറിയാൻ കുറച്ചുകൂടി സുഖകരവുമാണ്. അപ്പൊ ഇതാണ് നടക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബീഹാറില്, ഒപ്പം തന്നെ ഈ പറയുന്ന ബംഗാളില്, ഒഡീഷയിലൊക്കെ സ്റ്റാർ ക്യാമ്പയിനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗി തന്നെയായിരുന്നു. അപ്പൊ യോഗിയാണ് അടുത്ത ഹീറോ, അല്ലെങ്കിൽ അടുത്ത PM യോഗിയാണ് എന്നൊരു വലിയ ചിന്ത ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെ പടർന്നിട്ടുണ്ട്. രാജ്യത്ത് പടർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, വിശ്വസനീയമായിട്ടുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. 3-ാം വട്ടവും UP പോലെ വലിയൊരു സംസ്ഥാനം പിടിക്കുകയാണെങ്കിൽ യോഗി ചില്ലറക്കാരനല്ല. അത് മാത്രമല്ല, അദ്ദേഹം 2017 മുതൽ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മോദി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നയിക്കുകയും അദ്ദേഹം ചിലപ്പോൾ 1-2 വർഷത്തിന് ശേഷം ഒരു റിട്ടയർമെന്റിലേക്ക് പോവുകയും ആ സ്ഥാനത്തേക്ക് യോഗി എത്തുകയും ചെയ്യും. കാരണം അവര് കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോദി വന്നപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോദിക്ക് ശേഷം ആര് വന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് പിടിച്ചാൽ ഹിന്ദി ഹൃദയഭൂമി കൈയടക്കി എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു BJP-യുടെ. ഉത്തർപ്രദേശ് BJP പിടിച്ചു. ഉത്തർപ്രദേശ് BJP 2ാമത്തെ ടേം ചരിത്രത്തിൽ ആദ്യമായി ഭരിച്ചു. അത് വലിയൊരു ഇതാണ്. പക്ഷെ ഒരു ചോദ്യം നിൽക്കുന്നത്, യോഗി ഉത്തർപ്രദേശിൽ നിന്ന് പോയി കഴിഞ്ഞാൽ
ഉത്തർപ്രദേശിൽ പിന്നെ ആരാണെന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ യോഗി ചെയ്ത പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള രീതിയിൽ, കാരണം യോഗി എല്ലാത്തിനെയും സധൈര്യമാണ് നേരിട്ടത്. അത് അദ്ദേഹത്തിന് ആ ഒരു കാഷായ വേഷം കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ യോഗി പോയി കഴിഞ്ഞാൽ ആര് എന്നുള്ളൊരു ചോദ്യമല്ലേ ചേട്ടാ? സിമ്പിൾ ആണ് എന്റെ ഉത്തരം. മോദി പോയപ്പോൾ ഇതേ ചോദ്യം ഗുജറാത്തിൽ ഉയർന്നതാണ്. മോദി പോയാൽ ആരുണ്ടെന്ന്. ഞങ്ങളെ അനാഥരാക്കിയിട്ട് പോകരുതെന്ന് അവിടുത്തെ ജനം പറഞ്ഞതാണ്. അവിടെ സുന്ദരമായിട്ട് മോദി തന്നെയാണ് ഗുജറാത്ത് ഭരിക്കുന്നത് ഇപ്പോഴും. അവിടെ പല മുഖ്യമന്ത്രിമാരും മാറി വരുന്നേ ഉള്ളൂ. കൃത്യമായി അമിത്ഷായും മോദിയും തന്നെയാണ് ഗുജറാത്ത് ഇപ്പോഴും ഭരിക്കുന്നത്. കൃത്യമായി അവരുടെ സർക്കാരാണുള്ളത്. അവരുടെ സർക്കാരിനെ അവർ കൺട്രോൾ ചെയ്തോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ യു പി എന്നൊക്കെ ഉള്ള നമ്മുടെ ചില സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അടുത്ത വരുന്നത് യോഗി ആയിരിക്കില്ല മുഖ്യമന്ത്രി, വേറൊരു മുഖ്യമന്ത്രി. ഇനിയിപ്പോ അവർക്ക് യു പിയിൽ ആര് മുഖ്യമന്ത്രി വന്നാലും പ്രശ്നമില്ല. അവരെ ഇവിടെ റിമോട്ട് കൺട്രോൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, മോളിൽ നിന്നാണ് വരുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞാനിപ്പോ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കൗതുകമാണ് അതെങ്കിൽ പോലും ഈ BJPയുടെ മുഖ്യമന്ത്രിമാരൊക്കെ വലിയൊരു ഹീറോ പരിവേഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെന്ന്. ഇപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ, ഇപ്പം ഈ ബംഗാളിലെ സുബേന്ദു അധികാരി ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ യോഗിയെ പോലായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ഒരു ഹീറോ പരിവേഷത്തിലേക്ക് പോവുകയാണ്. പിന്നെ മോഹൻ യാദവ് മധ്യപ്രദേശ്. അപ്പൊ ഇവരെല്ലാം ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി UP വരുന്നതിലേക്ക് ഇനി തിരിച്ചുപോക്ക് അസാധ്യമാണ്. കാരണം ഇതിന്റെ മുഴുവൻ സെൻട്രൽ ഡൽഹിയിൽ ഇരിക്കുകയാണ്. ആ സെൻട്രലാണ് ഇവിടുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. ഈ മുഖ്യമന്ത്രിമാരൊക്കെ ധനുഷ് കരുതുന്നുണ്ട് ഇപ്പോഴും. ഈ മുഖ്യമന്ത്രിമാർ ഹിമന്ത ബിശ്വ ശർമ്മ ആയാലും യോഗി ആയാലും ഹരിയാനയിലെ സൈനി ആയാലും ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മികച്ച ഭരണം നടത്തുന്നത് മാത്രമല്ലത്, അതിനൊരു കൺട്രോൾ മോളിൽ നിന്ന് വരുന്നുണ്ട്. അവിടുന്ന് വരും ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നടത്തണം, ഇന്ന പാക്കേജ് നടത്തണം, ഇന്ന പദ്ധതികൾ നടത്തണം എന്ന് കൃത്യമായി വരികയും അതിൽ കൃത്യമായ നിർദ്ദേശവും കൃത്യമായ സമയങ്ങളുമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. അതല്ലാതെ അവര് അതിനകത്ത് മെനക്കെടുന്നുണ്ട്. അവരൊരു മുന്നണി പോരാളികൾ, പിന്നിൽ നിന്നൊരു വലിയ സംഘം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് അതിൽ നടക്കുന്ന ഒരു കാര്യം. അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു റോഡാണെങ്കിൽ പോലും അത് എത്ര സമയത്തിനുള്ളിൽ തീരുന്നുണ്ട്, ഇതെല്ലാം മോണിറ്റർ ചെയ്ത് മുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇവരിവിടെ ചുമ്മാതിരുന്ന് പണിയെടുത്താൽ മാത്രം മതി. ഇവരുടേതായ കാര്യങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ മതി. വികസനവും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് യോഗി വന്നാലും UP ഒന്നും സംഭവിക്കില്ല, യോഗിയുടെ കയ്യിലേക്കിരിക്കും. ഇനി മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യോഗി അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിലവിൽ ഇപ്പോൾ 80 സീറ്റുണ്ട് നമ്മുടെ ഉത്തർപ്രദേശിൽ. ഇപ്പൊ ഇനി മണ്ഡല പുനർക്രമീകരണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനം ഏതാ? അപ്പോഴും UP തന്നെയാണ്. ഏതാണ്ട് ഒരു 140 സീറ്റോളം വരും. അപ്പൊ അവിടെ നിന്നൊരു ആൾ പ്രധാനമന്ത്രി ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ 140 സീറ്റിൽ ഒരു 130 120 പക്ക ഉറപ്പാണ്. സാധാരണ നോർത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ആയാലും മറ്റു സംസ്ഥാനം, ആന്ധ്ര മുതൽ, നോർത്ത് ഇന്ത്യ എന്ന് ഞാൻ പറയുന്നില്ല, ആന്ധ്ര മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കംപ്ലീറ്റ് ജനവും ആ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിന്ന് വോട്ട് ചെയ്യുന്നൊരു ചരിത്രമാണുള്ളത്. അപ്പൊ UP നിന്ന് വരുന്ന യോഗിയെ താഴെയിടാൻ UP-ക്കാര് ഒരിക്കലും ശ്രമിക്കില്ലല്ലോ. കാരണം അത് നമ്മുടെ രാജ്യത്ത് എവിടെ നോക്കിയാലും കാണാം. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്കൊക്കെ സ്വന്തമായി തട്ടകമില്ലാഞ്ഞിട്ടാണ് UP-യിലെ റാബറയിലും അമേഠിയിലും ഒക്കെ വന്ന് കുടുംബങ്ങളെ കാക്കുകയും അങ്ങനെ ഒരുപാട് കാലം UP-ന്ന് തന്നെ സീറ്റുകൾ നേടിയാണ് കോൺഗ്രസിന്റെ വലിയ അധികാരം നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു കാര്യം. നോക്കൂ, ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി പോയതിനു ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ഏതെങ്കിലും ഒരു സീറ്റ് അവർക്ക് അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം അവിടെ നിന്നൊരു പ്രധാനമന്ത്രി ഏത് സ്ഥലത്തു നിന്നാണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ കേരളത്തിൽ നിന്നാണ് ഒരാൾ പോയി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അവന്റെ പാർട്ടി എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവൻ തലയുയർത്തി നടക്കരുത്, കാരണം അവൻ നേരെ പോയി പോകരുത്. മറ്റവർക്ക് അങ്ങനെയല്ല. അവരുടെ ആ ഒരു പ്രാദേശിക വികാരം കൊണ്ടുണ്ട് ഞങ്ങളുടെ ഒരാള് അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല UP-യിൽ കുറച്ചുകൂടെ ആക്സസ് കൂടും. എന്താണ്, പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനം, സ്വന്തം മണ്ഡലം എന്നുള്ള രീതിയിലേക്ക് അത് മാറി മറിയുകയും ചെയ്യും. അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും യോഗിക്ക് അപ്പുറത്തേക്ക് വെക്കാൻ ഒരു നേതാവില്ല. കാരണം ഡെയിലി ലിമിറ്റേഷൻ വന്നു കഴിയുമ്പോൾ തന്നെ പുള്ളി വലിയ പവറിലേക്ക് എത്തി. ഇത്രയും പാർലമെന്റ് മണ്ഡലമുള്ള, ഇപ്പൊ തന്നെ 80 പാർലമെന്റ് മണ്ഡലമുള്ള രാജ്യത്ത് വേറെ ഒരു മുഖ്യമന്ത്രി ഇല്ല. അത് 3-ാം വട്ടവും അവിടെ അദ്ദേഹം തന്നെയാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? 25 കോടി ജനം. ഗുജറാത്തിന്റെ 3-4 ഇരട്ടി ജനമാണത്. 25 കോടി ജനം, ഗുജറാത്തിന്റെ 3-4 ഇരട്ടി സീറ്റുകളുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം ഹീറോ തന്നെയല്ലേ, അജയൻ തന്നെയല്ലേ, അജയമായ ഒരു വ്യക്തി തന്നെയല്ലേ, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലേ. എതിരാളികൾ പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യോഗിക്കെതിരെ ഇപ്പോഴും ഈ ക്യാമ്പയിൻ ഇങ്ങനെ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം നോക്കിക്കോ, നമ്മുടെ മാധ്യമങ്ങളെല്ലാം യോഗി തുമ്മിയതും തുപ്പിയതുമായിട്ടുള്ള എല്ലാ വാർത്തകളും കൊടുത്തോണ്ടേയിരിക്കും.